നൈജീരിയയിലേക്കെത്തിയ ലൈബീരിയൻ പ്രസിഡന്റിന് നൽകുന്ന വരവേൽപ്പാണ് കാണുന്നത് കേട്ടോ. നൈജീരിയയിലെ അബുജായിൽ ഇറങ്ങേണ്ട ഫ്ലൈറ്റ് ട്രാഫിക് പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് വീണ്ടും പറന്നുയരുന്ന കാഴ്ചയാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. നൈജീരിയയിലേക്ക് പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് നൈജീരിയയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ നിലവിലിപ്പം ലൈബീരിയയിലെ എയർപോർട്ടിലിരിക്കുകയാണ്. ലൈബീരിയയിലെ എയർപോർട്ടിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതാണ് നൈജീരിയയുടെ വിസ കേട്ടോ. നൈജീരിയയിലെ വിസ നമുക്ക് പാസ്പോർട്ടിൽ തന്നെയാണ് നമുക്ക് വിസ അടിച്ചു തരുന്നത്. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഇന്ന് വൈകിട്ട് ഏകദേശം 4:30 കൂടിയാണ് നമ്മളവിടെ എത്തുന്നത്. ഏതാണ്ട് എനിക്കൊന്ന് 12-13 മണിക്കൂർ യാത്ര, ഏതാണ്ട് 12 മണിക്കൂറോളം കഴിയുമെന്ന് തോന്നുന്നു നമ്മളവിടെ എത്താൻ വേണ്ടി. കാരണം കണക്ഷൻ ഫ്ലൈറ്റാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. അതുകൊണ്ട് 2 ബോർഡിംഗ് ബസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തേത് മൊൺറോവിയയിൽ നിന്ന് നേരെ ലോമേ ചെന്നിട്ട് അവിടുന്ന് തന്നെ അടുത്ത ഫ്ലൈറ്റിനാണ് നമ്മൾ ലോമയിൽ നിന്ന് അബൂജ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ യാത്രയുടെ ഒരു സ്കെഡ്യൂള്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വിസയ്ക്ക് വേണ്ടി പോയിട്ട് നമ്മൾ ഓൺലൈനിൽ കൂടെ വിസ അപ്ലൈ ചെയ്യുമായിരുന്നു. ഓൺലൈനിൽ കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ നൈജീരിയ ഹൗസ് ഉണ്ട്, നമ്മളവിടെ പോയി പാസ്പോർട്ട് അവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്തതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നമ്മൾ ആ പേപ്പറൊക്കെ നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ പാസ്പോർട്ടും സബ്മിറ്റ് ചെയ്യണം. അപ്പം അവർ നമ്മുടെ വിസ അതിനകത്ത് അടിച്ചു തരും. ഇതാണ് വിസയുടെ ഡീറ്റെയിൽസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പം വിസയുടെ ഡീറ്റെയിൽസ് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്ത് കേട്ടോ. നേരത്തെ വിസ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഇപ്പം നമ്മുടെ ഫിംഗർ പ്രിൻ്റൊക്കെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എടുക്കുന്നുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വിസയിൽ അവിടെ നൈജീരിയയിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഈ വിസ എടുത്തത് മാത്രം പോരാഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ കൂടെ നമ്മൾ എൻട്രിയും എക്സിറ്റും നമ്മൾ അതും രജിസ്റ്റർ ചെയ്യണം കേട്ടോ. നമ്മൾ അതിന് അവരുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ എൻട്രി എന്ന് പറയുന്നൊരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പം അത് എൻട്രി ചെയ്ത് അത് രജിസ്റ്റർ ചെയ്താലേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ക്യു ആർ സ്കാനർ തരും കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും നമ്മളത് കാണിക്കണം എന്നാണ് തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്, അതുകൊണ്ട് എനിക്കറിയില്ല. തിരിച്ച് വരുമ്പോഴത്തേക്ക് എക്സിറ്റിൻ്റെ ഇതും കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കോങ്കോയിൽ ചെന്നപ്പോഴത്തേക്കിനും ഗോ പാസ് എന്ന് പറഞ്ഞ സംവിധാനം ഉള്ളതുപോലെ ഗവൺമെൻറ്റിലേക്ക് അവിടുത്തെ എയർപോർട്ട് അതോറിറ്റിയിലേക്ക് ഫീസ് കിട്ടിയാലേ ഉള്ളൂ നമുക്ക് എക്സിറ്റ് എൻട്രി അടിക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പം ഇതാണ് കേസ് നമ്മുടെ നൈജീരിയ വിസ. അപ്പം യാത്രയിലാണ്. അപ്പം ഓൺ ദ വേയിലുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. സോ നമ്മുടെ സമയമായിട്ട് നമ്മൾ പോവുകയാണേ. എയർസ്കൈയുടെ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കയറുകയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു മമ്മ? താങ്ക് യു. ഓക്കെ. സോ നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറി കേട്ടോ. പിന്നെ നമ്മുടെ സീറ്റ് വന്നിട്ട് 23B. എങ്കെയോ. സോ കാലാവസ്ഥ മഴയാണ് കേട്ടോ. പൊതുവെ ഇവിടെ മഴയാണിപ്പം. നമ്മൾ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് റെഡിയായതാണ് കേട്ടെ. മറ്റേ ഇവിടെ അറിയാമല്ലോ, യൂഷ്വലി ഇവിടെ എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടി ഏകദേശം 2 മണിക്കൂറത്തെ യാത്രയുണ്ട്. അങ്ങനെ നമ്മളിപ്പം എയർപോർട്ടിലെത്തി. ഇപ്പോൾ ഏകദേശം സമയം 6:30 കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഓർഡറായി ആണ് ഫ്ലൈറ്റിലാണ് കേട്ടോ. Your seatbelt has to be fastened each time the seatbelt sign has been turned on. To fasten, insert the metal tape into the barcode and tighten by pulling the strap. To release, just lift the flap. We recommend that you keep it fastened and അങ്ങനെ നമ്മുടെ യാത്രകൾ തുടരുകയാണ് കേട്ടോ. ലൈബീരിയയിൽ നിന്നും നൈജീരിയയിലേക്ക് മഴയെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അത്യാവശ്യം മഴയുണ്ട്. ഇതിൻ്റെ 6ാമത്തെ ആഫ്രിക്കൻ രാജ്യമാണ് കേട്ടോ. അതായത് ലോമേ, ഗാന, പിന്നെ
യാത്രാതിരിപ്പുകൾക്ക് വിരാമമായി നമ്മളിത് ഗാനയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് താഴെ കാണുന്നതാണ് ഗാന. ഗാനയുടെ മുകളിലൂടെ പറന്ന് ഗാനയിൽ ലാൻഡ് ചെയ്യും. അവിടുന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ടോഗോ എന്ന് പറയുന്ന രാജ്യത്തേക്ക് നമ്മൾ എത്തും കേട്ടോ. ടോഗോയിൽ സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ടോഗോ വഴിയാണ്. ടോഗോ നല്ല ചെറിയൊരു ഒതുങ്ങിയ രാജ്യമാണ്. അങ്ങനെ കനത്ത മഴയിൽ നമ്മുടെ യാത്ര തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ല ശക്തമായിട്ടുള്ള മഞ്ഞ് കാണിക്കുന്നുണ്ട്. മഴ പൂർണ്ണമായിട്ടും മാറിയതായിട്ട് നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഗാനയുടെ മുകളിലൂടെ പറന്ന് ഗാനയിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളിലൂടെയാണ് കേട്ടോ. നോക്ക്, ഈ ഗാനയുടെ ആകാശ ദൃശ്യം എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണല്ലേ. ഓരോ പെട്ടികൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ ആ വീടുകളും കെട്ടിടങ്ങളുടെയും ആ രൂപഘടനയൊന്ന് നോക്കിയേ. International Cotoca. Il est 9h26 en heure locale et la température extérieure est de 26 degrés Celsius. എനിക്ക് പേഴ്സണലി ധാരാളം ഓർമ്മകളുള്ള രാജ്യമാണ് കേട്ടോ ഈ ഗാന. ഒരു തവണ നമ്മുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടയർ പഞ്ചറാവുകയും ഏകദേശം 3 ദിവസമാണ് കേട്ടോ നമ്മൾ ഇവിടെ തങ്ങിയത്. ആ ഓർമ്മകളൊക്കെ ഇപ്പോഴും അയവറയ്ക്കുണ്ട്. അങ്ങനെ നമ്മൾ ഗാനയിൽ നിന്നും ടോഗോ എന്ന് പറയുന്ന രാജ്യത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. അതൊന്നും ഞാൻ ചിത്രീകരിച്ചിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫ്ലൈറ്റിൽ ലൈബീരിയയുടെ പ്രസിഡൻ്റ് ഉണ്ട് കേട്ടോ. നമ്മളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ ടോഗോയിലേക്ക് സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കൂ, സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാരും അങ്ങനെ ധാരാളം ആളുകൾ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കറിയാം, നമ്മുടെ പ്രസിഡൻ്റ് തന്നെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും എത്ര ആളുകളായിരിക്കും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്നത്. നമ്മളങ്ങനെ ടോഗോ എത്തിയിരിക്കുകയാണ് കേട്ടോ. ടോഗോ ഈ ഫ്ലൈറ്റിൽ നമ്മുടെ ഒരു പ്രസിഡൻറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നീണ്ട സെക്യൂരിറ്റി ചെക്കിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പം ടോഗോ എന്ന് പറയുന്ന രാജ്യത്തെത്തി കേട്ടോ. അപ്പം ഇനിയിപ്പോൾ 2:30-ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇപ്പോൾ ഏകദേശം 12:30 ആയിട്ടുള്ളൂ. 2 മണിക്കൂറുടെ ഏകദേശം നമുക്ക് സമയമുണ്ട്. 5ാമത്തെ ഗേറ്റിൽ നിന്നാണ് കേട്ടോ. മേ ബി അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലൈറ്റിനായിരിക്കും നമ്മൾ പോകേണ്ടത്. വെയിറ്റ് ചെയ്യാം കേട്ടോ. സോ ടോഗോയിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് എസ്കേയുടെ കുറേ ഫ്ലൈറ്റുകൾ നിരന്ന് കിടക്കുന്നു. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഇവിടെയുണ്ട്. ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നു. ഇതാണ് ഇവിടുത്തെ എയർപോർട്ട്. ടോഗോയിലെ എയർപോർട്ടാണ്. How are you? Fine, thank you. Welcome aboard. Thank you. Good afternoon, sir. സോ നമ്മുടെ 16B ആണ് കേട്ടോ. അങ്ങനെ ടോഗോയിൽ നിന്നും നൈജീരിയയെ ലക്ഷ്യമാക്കി നമുക്ക് പറക്കാനുള്ള സമയമായിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ വിമാനം റൺവേയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ടോഗോയെ വിട പറഞ്ഞ നൈജീരിയയിലേക്ക് നമ്മൾ പറന്നുയരുന്നതായിരിക്കും. ഫ്ലൈറ്റിൽ വീണ്ടും നമുക്കുള്ള ഭക്ഷണം വന്നിട്ടുണ്ട്. ചോറും ചിക്കൻ സൂപ്പും അതുപോലെ തന്നെ ബീൻസും കുക്കീസും ബണ്ണും ഒക്കെ ഉണ്ട്. ഇത് പാസഞ്ചർ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉള്ള മാനുവലാണ് കേട്ടോ. ഇതെല്ലാ സീറ്റ് പോക്കറ്റിലും അവൈലബിൾ ആണ്.
ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് സുരക്ഷ സംബന്ധിച്ച എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ. ഓരോ ഫ്ലൈറ്റിലും ഏകദേശം ഒരുപോലൊക്കെ തന്നെയായിരിക്കും, ചെറിയൊരു വ്യത്യാസങ്ങൾ. പിന്നെ ഈ കാണുന്നതാണ് എയർ സിക്നെസ് ബാഗ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് വിമാനയാത്രയിൽ നമുക്ക് പെട്ടെന്ന് വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുവാണെങ്കിൽ യൂസ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇത് ഞാൻ ഫോളോ ചെയ്യുന്നൊരു ശീലമാണ് കേട്ടോ. ആഹാരം കഴിച്ചതിന് ശേഷം അടുക്കും ചിട്ടയായിട്ട് വയ്ക്കുക എന്നുള്ളത്. അപ്പുറത്തൊക്കെ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാകും എല്ലാം വലിച്ചു വാരി എറിയുന്നൊരവസ്ഥ. ഇത് നല്ലൊരു ശീലമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഈ ചില്ല് ജാലകങ്ങളിലൂടെ താഴേക്ക് നോക്കുമ്പോൾ മേഘപാളികൾ മൂടിക്കിടക്കുന്നതിനാൽ ഭൂമി നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. എൻ്റെ ഇരിപ്പിടം എമർജൻസി എക്സിറ്റിൻ്റെ തൊട്ട് മുൻപിലാണ് കേട്ടോ. അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ, നമ്മുടെ വേഗത ഇപ്പോൾ 800, 850, 900 km/h ആണ് കേട്ടോ. കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് ചില ഇൻസ്ട്രക്ഷൻസൊക്കെ നമുക്ക് നൽകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ താഴോട്ടൊന്ന് നോക്കിക്കേ, നൈജീരിയയുടെ ആകാശക്കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. മേഘപാളികൾക്കിടയിലൂടെ അതാ പരന്ന് കിടക്കുന്ന നൈജീരിയ. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണല്ലേ. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ നൈജീരിയ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും കേട്ടോ. നോക്ക്, 2 വിമാനങ്ങൾ നമുക്ക് പുറകെ പറന്നുയരാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. ഇതാ മൂന്നാമതൊരു വിമാനം കൂടി. നമ്മുടെ വിമാനം ലാൻഡ് ചെയ്യാതെ പറന്നുയർന്നിരിക്കുകയാണ് കേട്ടോ. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. കാലാവസ്ഥയുടെ പ്രശ്നങ്ങളാണോ എന്താണെന്ന് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ കിട്ടിയിട്ടില്ല കേട്ടോ. അതിന് വീണ്ടും നമ്മൾ ആകാശത്തിലേക്ക് പറന്നുയർന്നിരിക്കുകയാണ്. ഈ എയർപോർട്ടിൻ്റെ മുകളിലൂടെ നമ്മൾ വട്ടമിട്ടിപ്പോൾ പറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറത്തേക്ക് നോക്കുമ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രകൃതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായിരിക്കാം നമ്മുടെ ലാൻഡിങ്ങിന് തടസ്സമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ലാൻഡിങ്ങിനുള്ള ട്രാഫിക് സിഗ്നൽ കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ലാൻഡ് ചെയ്യാത്തതെന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മളോട് റിലാക്സ് ചെയ്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതാ നൈജീരിയയുടെ മണ്ണിലേക്ക് വീണ്ടും നമ്മൾ ഇറങ്ങാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ ഇതാ തൊടുന്നതായിരിക്കും. യെസ്, ലാൻഡഡ്. താങ്ക് ഗോഡ്. Where we just landed at Abuja, now take Azikiwe International Airport. The local time is 5 p.m. and the outside temperature is 29 degrees Celsius. For safety reasons, please remain seated with the seatbelt fastened and keep your carry-on baggage stowed until the fasten seatbelt sign has been switched off. Do take care when opening the lockers in case anything falls out. And remember to take all your personal belongings with you. On behalf of our sky, Captain Ba and the crew, we should now take the disembarking passengers. Thank you for choosing the Pan African Airlines. അങ്ങനെ നമ്മൾ നൈജീരിയയുടെ തലസ്ഥാനമായ അബുജയിലെത്തി കേട്ടോ. നമ്മുടെ മുമ്പിലൊരു കാറ് പോകുന്നുണ്ട്. അത് ഏത് ഗേറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് കേടി എന്നായിരിക്കും. ഇത് ഈ രാജ്യത്തെ പ്രസിഡൻറ്റും മറ്റ് ഭരണാധികാരികളുമാണ് കേട്ടോ. സോ അങ്ങനെ നൈജീരിയയിൽ നമ്മളെത്തി. പുറത്തേക്ക് പോകണം കേട്ടോ. അബൂജ, നൈജീരിയ അബൂജയിലെത്തി കേട്ടോ. നമസ്തേ. ഇവിടെ ഇന്ത്യക്കാരോട് ഭയങ്കര ബഹുമാനം കേട്ടോ. കാണുമ്പോഴത്തേക്കിനെല്ലാം, പ്രത്യേകിച്ച് ഞാൻ ഇന്ത്യൻ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കാണുമ്പം നമസ്തേയൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ടും കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തൊട്ട് ഇവിടേക്കുള്ള നൈജീരിയൻസ് ഒത്തിരി ആൾക്കാർ നമസ്തേ 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 എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ല വെൽ ഡീസൻ്റ് ആൻഡ് ഡിസിപ്ലിനായിട്ടാണ് നമ്മളോട് ഇടപെട്ടത് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി.
സോ ഞാനങ്ങനെ നൈജീരിയയുടെ മണ്ണിൽ കാല് കുത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു എയർപോർട്ടാണ് കേട്ടോ. He's my brother. Oh, welcome, sir. Shyam, thank you. Thank you. God bless you, brother. Thank you. God bless you too. Thank you. I was really even thinking about say I need it, please. Brothers can come and stay. Brother, welcome to Nigeria. Thank you so much. Thank you so much. Nice meeting you. Very happy to see you, brother. Yeah. The trip was fine. While landing, there was a problem. He almost landed the flight. Oh, here? അപ്പോൾ ബ്രദർ ഡാനിയൽ നമ്മളെ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എയർപോർട്ടിൽ നിന്നും ഏകദേശം 1-2 മണിക്കൂറോളം യാത്ര സിറ്റിയിലേക്കുണ്ട്. അവിടെയാണ് നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള ഹോട്ടൽ കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ബ്ലാക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ കറൻസി എക്സ്ചേഞ്ചിങ് ഏരിയയിലാണ് കേട്ടോ. ഇന്നത്തെ റേറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ $1 വന്നിട്ട് 1500 നൈറയാണ്. അപ്പം വെയിറ്റ് ചെയ്യാണ്. There's no blue. ഇതാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത പൈസ കേട്ടോ. ഏകദേശം നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കിനും ഏതാണ്ട് $100 നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇത്രയും ബൾക്കായിട്ടുള്ള എമൗണ്ട്. ഈ വഴിയരികിൽ കാത്തു നിൽക്കുന്നവർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് കേട്ടോ. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ കുറവാണ്. അങ്ങനെ നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹോട്ടലിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. ഇനി പേപ്പർ വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് റൂമിലേക്ക് ചെല്ലണം. ഫൈനലി നമ്മൾ റൂമിലെത്തി കേട്ടോ. ഇതാണ് റൂം. ഏതാണ്ട് 35,000 നൈറയാണ്. ഇവിടെയായിട്ട് ബാത്റൂം. ഒരു ദിവസം പെർ ഡേ ഏകദേശം 35,000 നൈറയാണ്. സോ ഇന്നത്തെ ദിവസം ഭയങ്കര ഹെക്റ്റിക് ഡേ ആയിരുന്നു. രാവിലെ തിരിച്ച് യാത്ര നമ്മൾ ഏകദേശം 11 മണി കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ എത്തിയത്. സോ ഇത്രയുള്ള വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും